പോകുന്നത് ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ 10 ആണ്, ദാറ്റ് ഇസ് ഇന്റേണൽ ട്രേഡ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കിയേക്കാം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ദ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പഠിക്കുന്നു നമ്മൾ. അതേപോലെ തന്നെ അതിന്റെ മീനിങ് എന്താണ്, ടൈപ്സ് ഏതൊക്കെയാണ്, അതേപോലെ ഹു ഇസ് എ ഹോൾസെയിലർ, റീറ്റെയിലർ എന്താണ്, എന്തൊക്കെ സർവീസസ് ആണ് റീറ്റെയിലേഴ്സിനുള്ളത്, റീറ്റെയിലേഴ്സിന്റെ ടൈപ്പ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്. അപ്പോൾ റീറ്റെയിലേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. ദെൻ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ചേംബർ ഓഫ് കോമേഴ്സ്. ചേംബർ ഓഫ് കോമേഴ്സ് എന്താണ് എന്നുള്ളത് പഠിക്കും. പിന്നെ അതേപോലെ GST ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ബേസിക്കലി ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാട്ട് ഇസ് ഇന്റേണൽ ട്രേഡ് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഇന്റേണൽ എക്സ്റ്റേണൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കൊളോക്കിയൽ വേർഡ്സ് ഒക്കെയാണ് അല്ലെ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഉള്ളിലുള്ളത് അല്ലെ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലി പുറത്തുള്ളത് എന്ന് നമുക്കറിയാം. ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനുള്ളിൽ, ഇപ്പം നമുക്കറിയാം ഒരു ഇന്ത്യ ആണ് നമ്മുടെ ഒരു നേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, ഇച്ചിരി ഓടായിട്ടുള്ള ഒരു നമ്മുടെ ഇന്ത്യ ആണ്, പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം ഇങ്ങനെ. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ട്രേഡിങ്ങിനെ അതിന് പറയുന്നതാണ് ഇന്റേണൽ ട്രേഡ് വിതിൻ ദ നേഷൻ ആണ്. ഇനി എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് ദ നേഷൻ. ഇപ്പം നമ്മുടെ ഇന്ത്യയും പിന്നെ അതേപോലെ തന്നെ യു എസ് വരയ്ക്കാൻ ഞാൻ പോകുന്നില്ല തൽക്കാലം, ഇങ്ങനെ വരച്ചേക്കാൻ ട്രംപ് കാണണ്ട. യു.എസും തമ്മിൽ ഇപ്പോൾ നമ്മളൊരു ട്രേഡ് നടത്തുകയാണ് എങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് എക്സ്റ്റേണൽ ട്രേഡ്. ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ, അതായത് നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു സാധനം കേരളത്തിലോട്ട് അയച്ചു, കേരളത്തിൽ നിന്ന് ഒരു സാധനം പഞ്ചാബിലോട്ട് അയച്ചു, അങ്ങനെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രേഡ് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഇന്റേണൽ ട്രേഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്റേണൽ ട്രേഡിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് ഇന്റേണൽ ട്രേഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്താണ് ഹോൾസെയിൽ ട്രേഡ്, രണ്ടാമത്താണ് റീറ്റെയിൽ ട്രേഡ്. ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. ഹോൾസെയിലേഴ്സ് ഇനിയാണ് നമുക്ക് പഠിക്കേണ്ട രണ്ട് കോൺസെപ്റ്റ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഹോൾസെയിൽ ട്രേഡേഴ്സ് ആരാണ്, റീറ്റെയിൽ ട്രേഡേഴ്സ് ആരാണ്, അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്, ടൈപ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹോൾസെയിൽ ട്രേഡ്. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി കൺസേൺഡ് വിത്ത് എന്താണ്, ഒരു ലാർജ് പോയിന്റ് ഓഫ് വ്യൂക്കാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഹോൾസെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡയഗ്രാം ഒന്ന് ബോറോ ചെയ്തിട്ട് വരാം നമുക്ക് ഗൂഗിളിൽ നിന്ന്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ചെറിയൊരു തിരുത്തി ഇവിടെ വരുത്താം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ശ്രദ്ധിച്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഇവിടെ നമുക്ക് കാണാം, അതായത് ഇവിടെ ഏറ്റവും ആദ്യത്തെ ഈ ഒരു ഹൈറാർക്കി തുടങ്ങുന്നത് മാനുഫാക്ചറേഴ്സ് നിന്നാണ്. അപ്പോൾ ഇവിടെ കാണാലോ, അതായത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇവരാണ് ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ്, ഇപ്പം പ്രൊഡക്റ്റ് A ആയിരിക്കാം, പ്രൊഡക്റ്റ് B ആയിരിക്കാം, പ്രൊഡക്റ്റ് C ആയിരിക്കാം, അങ്ങനെ പല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ആൾക്കാർ, വ്യക്തികളാവാം, സ്ഥാപനങ്ങളാവാം, അവരെയാണ് മാനുഫാക്ചറേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ മാനുഫാക്ചറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നേരിട്ട് കൊണ്ടുപോയിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് അതിന്റെ ഇടയിൽ കുറേ ഇന്റർമീഡിയറീസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മതി, സാധാരണ ഒരു ഫാർമർ അയാൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇയാൾ തന്നെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന്, ഇപ്പോൾ വയനാട് തേനി ഏരിയകളിലൊക്കെ നിന്ന് കൊണ്ടുവരുന്ന വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ നമുക്ക് അവർ സ്വന്തമായിട്ട് കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏർപ്പെടുത്തും. അപ്പോൾ തീർച്ചയായും നമ്മൾ ഒരു 5 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം ട്രാൻസ്പോർട്ടേഷൻകാർക്ക് എന്തായാലും അവരുടെ വിഹിതം കൊടുക്കേണ്ടി വരും, 2 രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് 5 + 2 6 7 റുപ്പീസിനായിരിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണോ, അത് കയറ്റി ഇറക്കുന്ന കൂലി, അപ്പോൾ അങ്ങനത്തെ പല എക്സ്പെൻസസും വരുമ്പോഴത്തേക്കും വീണ്ടും എക്സ്പെൻസീവ് ആവുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പം ഇതുപോലെയാണ് മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് ആരാണ് കളക്ട് ചെയ്യുന്നത്, അവരാണ് ഹോൾസെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ ലംസമായിട്ട്, ഇവർക്ക് വലിയ വലിയ ഗോഡൌൺ ഒക്കെ കാണും അല്ലെ, അവർ ഒത്തിരി അധികം ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ഇങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് സൂക്ഷിക്കുന്നവരാണ് ഹോൾസെയിലേഴ്സ്. ഒരേ ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ആവാം, ചിലപ്പോൾ A എന്ന് പറഞ്ഞ സ്റ്റോക്ക് മാത്രമാവാം, ചിലപ്പോൾ B ആവാം, ചിലപ്പോൾ മിക്സ്ഡ് അപ്പ് ആവാം അല്ലെ. എന്താണെങ്കിലും ഹോൾസെയിലേഴ്സിന്റെ ജോലി എന്ന് വെച്ചാൽ ഇവർ മൊത്തത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്ത് അവരുടെ റിസ്കിൽ അവർ സാധനം സൂക്ഷിക്കുകയാണ്. ഇനി ഇവരുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ റീറ്റെയിലേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോൾസെയിലേഴ്സ് ഇപ്പോൾ ഒരു 1000 നമുക്ക് എടുത്തേക്കാം അല്ലെ, 1000 സ്റ്റോക്ക് എടുത്തു എന്ന് വെച്ചോ, 1000 എണ്ണം സ്റ്റോക്ക് എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ അതിൽ നിന്ന് റീറ്റെയിലർ ഷോപ്പുകൾ എന്ത് ചെയ്യാണ്, അവർക്ക് താരതമ്യേന ചെറിയ സ്മോൾ ഷോപ്പുകളാണ് അവർക്കുള്ളത്. ഹോൾസെയിലേഴ്സിനെ പോലെ ബിഗ് അല്ലാത്തതുകൊണ്ട്, ബിഗ് ആയിട്ടുള്ള അല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ 1000 എണ്ണം മേടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അവർ ചിലപ്പോൾ ഒരു 10 മേടിക്കുന്നവരായിരിക്കും, അവരുടെ വലിപ്പം അനുസരിച്ച് 20, 10, 15 അങ്ങനെയൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു എറണാകുളം, ഇപ്പോൾ എറണാകുളം മാത്രമല്ല നമ്മുടെ കോട്ടയത്തും ഉണ്ടല്ലേ, ലുലുവിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതൊരു ബിഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. നമുക്ക് പല വെറൈറ്റി സാധനങ്ങൾ, പല രീതിയിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ഇപ്പം നമ്മുടെ തൊട്ട് താഴെ ഇരിക്കുന്ന ഇപ്പം ഒരു സാധാരണ ഒരു ദാമോദരൻ ചേട്ടൻ്റെ കടയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു PDA അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി വെറൈറ്റി ഉണ്ടോ അവിടെ? ഇല്ല. ഒരു ടൈപ്പോ അല്ലെങ്കിൽ 2 ടൈപ്പോ കൂടി പോയാൽ 3 ടൈപ്പോ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലെ. ഒത്തിരി നമുക്ക് വെറൈറ്റി ഒന്നും അവിടെ കിട്ടിയാൽ, അതാണ് വ്യത്യാസം. അപ്പം നമ്മുടെ ഷോപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ കടയുടെ ബിസിനസിന്റെ വലിപ്പം അനുസരിച്ച് റീറ്റെയിലേഴ്സ് അവരുടെ സാധനങ്ങൾ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകും. ഇനി ഈ റീറ്റെയിലേഴ്സിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ സാധാരണ ജനങ്ങൾ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇനി കൺസംഷൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. കൺസംഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ സ്ഥാപനങ്ങൾ മാത്രം ആവണമെന്നില്ല, ഇത് വീണ്ടും ചിലപ്പോൾ വ്യക്തികളാവാം അല്ലെ, നമ്മൾ ചെന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവരാവാം. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ഏത് രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ കൺസംഷൻ ചെയ്യുന്ന ചില സ്ഥാപനങ്ങളും ആവാം, ചിലപ്പം വ്യക്തികളും ആവാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാട്ട് ഇസ് എ ഹോൾസെയിലിംഗ് ട്രേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഹോൾസെയിലേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവൾ വളരെ ലാർജ് നമ്പറിലായിരിക്കും ഇവർ ഗുഡ്സ് അവരുടെ കയ്യിൽ സൂക്ഷിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ഡീൽ ചെയ്യാനുള്ളത് കൊണ്ടും ഇതിന്റെ കുറേ ഫീച്ചേഴ്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു, അതായത് ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരൊരു ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് പേനയുടെ കളറും ചേഞ്ച് ചെയ്തേക്കാം ഇത് ക്ലിയർ ആവാൻ വേണ്ടി. ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത്
ഇടത്തിൽ നിന്ന് ഗുഡ്സ് കളക്ട് ചെയ്ത് ലംസമായിട്ട് ഗുഡ്സ് കളക്ട് ചെയ്ത് വെക്കുന്നവരാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ റീറ്റെയിലേഴ്സിന് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നവരാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് ആർ ദ സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ഹോൾസെയിലേഴ്സിന് ഇവർ രണ്ടുപേരോടും കൂടി ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ചില സർവീസസ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പം ഇതിനെ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏറ്റവും ആദ്യമേ ഹോൾസെയിലേഴ്സിന്റെ മാനുഫാക്ചേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി സർവീസസ്. ഇനി വേറെ ഏതൊക്കെ സേവനങ്ങളാണ് ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന പോയിന്റ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ കാണാനുള്ളതാണ് സർവീസസ് ടു മാനുഫാക്ചറേഴ്സ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അറിയാം, ഇത് വളരെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ക്വിക്ലി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് മാനുഫാക്ചറേഴ്സിന്റെ അടുത്തുനിന്ന് അവർ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ ഒരു കൃഷിക്കാരൊക്കെ ആണെങ്കിൽ അവർ ക്വിന്റലുകളോളം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കും. പക്ഷേ അവർക്കത് ഓടിച്ചെന്ന് അവർ തന്നെ സെല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് ഹോൾസെയിലേഴ്സിന്റെ ഹെൽപ്പോടെ ഇവർ ഈ ക്വിന്റലുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോയി ഇവരുടെ സൗകര്യം അനുസരിച്ച് ഇവർ റീറ്റെയിലേഴ്സിനോടൊക്കെ വിൽക്കുന്നു. റീറ്റെയിലേഴ്സിന്റെ അടുത്ത് കസ്റ്റമേഴ്സ് പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പം അതോടെ എന്ത് സംഭവിക്കും? പറഞ്ഞ വരുമാനം മാനുഫാക്ചറേഴ്സിന് കിട്ടുവാണ്. ഹോൾസെയിലേഴ്സിനും ഒരു വരുമാനമുണ്ട്, റീറ്റെയിലേഴ്സിനും അവരുടേതായ വരുമാനമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കുപ്പിയുടെ വെള്ളം മേടിക്കുകയാണ്. ഓക്കെ, ഒരു കുപ്പി, ഭീകരമായിട്ടൊരു കുപ്പി നമുക്ക് വരയ്ക്കാം. ഒരു കുപ്പി വാട്ടർ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിനറിയാം അതിന്റെ MRP എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. അല്ലെ, അതിപ്പോൾ 20 രൂപയാണെന്ന് വെച്ചോ. 20 രൂപയുടെ MRP ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് മാക്സിമം ആണ് എന്ന് വിചാരിക്കുക. അതായത് അത് ഒരിക്കലും നിർബന്ധമല്ല 20 രൂപയെ തന്നെ കൊടുക്കണം എന്നൊരിക്കലും നിർബന്ധമല്ല. അതിൽ 19 റുപ്പീസിന് കൊടുക്കാം, 18 കൊടുക്കാം, 10 കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ മാക്സിമം ആണ് 20 എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഇടനിലക്കാർ, അതായത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾ ഒരു 5 രൂപ എടുക്കുന്നു, ഹോൾസെയിലർ ഇപ്പോൾ 2 രൂപ എടുക്കുന്നു, പിന്നെ അതേപോലെ റീറ്റെയിലർ ഇപ്പോൾ ഒരു 3 രൂപ എടുക്കുന്നു. അല്ലെ, പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന അഡ്വർടൈസിംഗ്, മീഡിയ, അങ്ങനെ പല എക്സ്പെൻസസും വരും. ഇതെല്ലാം കൂടി കൂട്ടി കസ്റ്റമറിന്റെ അടുത്ത് മേടിക്കുന്നതായിരിക്കും ഒരു 10 രൂപ ഇങ്ങോട്ട് തന്നെ. അല്ലെ, 5 രൂപ മാനുഫാക്ചറിന്, 2 രൂപ ഹോൾസെയിലറിന്, 3 രൂപ റീറ്റെയിലറിന്. ഇനി ബാക്കി 2 രൂപ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ആയിട്ട് കൂട്ടിയേക്കാം. അല്ലെ, അപ്പോൾ ഇതുപോലെയാണ് സാധാരണ നമ്മുടെ രീതിയിൽ പ്രൈസിംഗ് മെക്കാനിസം ഒക്കെ പോകുന്നത്. ഇടനിലക്കാർക്കാണ് മെയിൻ ആയിട്ടും കൂടുതലും നമുക്ക് എക്സ്പെൻസസ് കൊടുക്കേണ്ടി വരിക. ഇടനിലക്കാരുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ സാധനങ്ങൾ അത്രയും കോസ്റ്റ്ലി ആയി വരും. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് റിസ്ക് ബെയറിംഗ്. അതായത് നമുക്കറിയാം റിസ്കിന്റെ കാര്യത്തിൽ ഇപ്പോൾ മാനുഫാക്ചർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നു. അല്ലെ, അപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് കൈ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. അത് അയാളുടെ കയ്യിലിരുന്ന് കേടായി പോകുക അല്ലെങ്കിൽ ഡാമേജ് വരിക ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ലോസ് ആണ്. അപ്പം ഹോൾസെയിലേഴ്സ് ഇവരുടെ സാധനങ്ങൾ കയ്യിലെടുത്ത് വെക്കുന്ന വഴി എന്ത് സംഭവിക്കും? ഈ റിസ്ക് ഇവരുടെ തലയിലോട്ടാവുകയാണ്. അല്ലെ, ഹോൾസെയിലേഴ്സിന്റെ തലയിലോട്ടാവുകയാണ്. ബട്ട് അത് അവരെ എടുക്കാൻ റെഡി ആയതുകൊണ്ട് തന്നെ വലിയൊരു പ്രോബ്ലം അല്ല. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്? നമ്മളിവിടെ നമ്മുടെ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹോൾസെയിലേഴ്സ് ഇത് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായും ആ ടോട്ടൽ എമൗണ്ട് ഇവർക്ക് പേ ചെയ്യുവാണ്. അല്ലെ, ഇപ്പോൾ ഒരു കൃഷിക്കാരനാണ്, അയാളുടെ ഉൽപ്പന്നങ്ങൾ ഹോൾസെയിലേഴ്സ് കൊണ്ടുപോയി കഴിയുമ്പോൾ സെല് ചെയ്താൽ മാത്രമേ പൈസ തരുള്ളൂ എന്നൊരിക്കലും അല്ല പറഞ്ഞിട്ട് പോകുന്നത്. അവർ എത്ര ക്വിന്റൽ അല്ലെങ്കിൽ എത്ര ചാക്ക് അവർ എടുത്തുകൊണ്ട് പോകുന്നു അതിനുള്ള പൈസ ഓൾറെഡി മാനുഫാക്ചർ യൂണിറ്റിന് പേ ചെയ്തിട്ടാണ് ഇവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായും മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് തന്നെയാണ്. അടുത്തായിട്ട് നാലാമത്തെ പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് എക്സ്പേർട്ട് അഡ്വൈസ്. ഇനി ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം മാനുഫാക്ചറിന്റെയും അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിന്റെ ഇടയിൽ നിൽക്കുന്നവരാണ് ഹോൾസെയിലേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾസെയിലേഴ്സിന് കറക്റ്റ് ആയിട്ട് റീറ്റെയിലേഴ്സിന്റെ ഒരു വൈബ് അറിയാം. അതായത് റീറ്റെയിലേഴ്സ് എന്തുമാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1000 യൂണിറ്റ്സ് ഇപ്പം ഹോൾസെയിലേഴ്സ് ഇവരുടെ കയ്യിൽ വെച്ചേക്കാണ്. അതായത് 1000 യൂണിറ്റ് എന്തോ സാധനത്തിന്റെ മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്തു. ആ 1000 യൂണിറ്റ് ഹോൾസെയിലർ കൈ വെച്ചേക്കാണ്. പക്ഷേ നമ്മുടെ റീറ്റെയിലേഴ്സ് ആകെ 500 യൂണിറ്റ്സ് മാത്രമാണ് മേടിച്ചുകൊണ്ട് പോകുന്നുള്ളൂ. എങ്കിൽ ബാക്കി 500 എന്തായി മാറി? ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് തന്നെ ഇരുന്ന് പോവുകയാണ്. അല്ലെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഡ് മണിയാണ്, ലോസ് ആണ്. ബിക്കോസ് ഈ 1000-നുള്ള പൈസ ഓൾറെഡി ഇവർ പേ ചെയ്താണ്. പിന്നെ ഈ 1000 രൂപ വിറ്റ് പോയാൽ മാത്രമാണ് ഹോൾസെയിലേഴ്സിന്റെ പോക്കറ്റിലോട്ട് പൈസ വരുള്ളൂ. അപ്പം വെറുതെ 500 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഹോൾസെയിലേഴ്സ് പറയും ഇല്ല, ഇനി 1000 പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫ് സീസൺ ആണ്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അന്നേരം നമ്മുടെ മാനുഫാക്ചറേഴ്സ് 800 പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് ഒത്തിരി ഡെഡ് മണി ആയിട്ട് ഇരിക്കുകയില്ല. 800 ഇവിടെ കൊണ്ട് വെച്ചാൽ പോലും അതിൽ നിന്ന് 500 പോയി 300 എണ്ണം മാത്രമേ ലാസ്റ്റ് ഒരു ഡെഡ് മണി ആയിട്ട് ഇരിക്കുന്നുള്ളൂ. അത് കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഹോൾസെയിലേഴ്സ് ഇതുപോലത്തെ എക്സ്പേർട്ട് അഡ്വൈസുകളൊക്കെ കൊടുക്കാനുള്ള പ്രാപ്തരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫിഫ്ത്ത് വൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഇസ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഹെൽപ്സ് ഇൻ മാർക്കറ്റിംഗ്. അതായത് നമുക്കറിയാം ഇവിടെ എന്താ അറിയാലോ, നമ്മുടെ മാനുഫാക്ചർ ഉണ്ട്, ഹോൾസെയിലർ ഉണ്ട്, റീറ്റെയിലർ ഉണ്ട്. തീർച്ചയായും നമ്മുടെ മാനുഫാക്ചർക്ക് അതുപോലത്തെ ഒരു സാഹചര്യം, ഫിനാൻഷ്യൽ കപ്പാബിലിറ്റി അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവണം എന്നില്ല. അല്ലെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിന് വേണ്ടിയിട്ട് ഇവരുടെ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന്റെ അടുത്തോട്ട് എത്തിക്കാൻ സഹായിക്കുകയാണ്. ബേസിക്കലി പറഞ്ഞാൽ ഇവരുടെ മാർക്കറ്റിംഗ് ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. സിക്സ്ത് പോയിന്റ് ആണ് ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂറ്റി. പ്രൊഡക്ഷൻ കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം ഹോൾസെയിലേഴ്സ് എപ്പോഴും, അതായത് മാനുഫാക്ചറർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും ഹോൾസെയിലേഴ്സിന്റെ കയ്യിലോട്ട് എത്തിക്കുകയാണ്. അല്ലെ, ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെയർ ഹൗസും ഗോഡൌൺ ഒക്കെ ഉള്ളതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും ഹോൾസെയിലേഴ്സിന്റെ അടുത്തോട്ട് എത്തിക്കുന്ന വഴി എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ ഒരിക്കലും നിന്ന് പോകുന്നില്ല, എപ്പോഴും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. ഇനി അടുത്ത പോയിന്റ് ആണ് സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാനുഫാക്ചർ ചെയ്യുന്ന സാധാരണയായിട്ടുള്ള ഫാർമേഴ്സിന്റെ അടുത്തും മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുടെ അടുത്തും ഹെവി ആയിട്ടുള്ള ഒരു ഫിനാൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയോ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് പ്രൊഡക്ട്സ് കൊടുക്കുന്ന വഴി അവർ അവരുടേതായ വെയർ ഹൗസുകളിലും ബിഗ് സ്റ്റോറേജ് ഹൗസുകളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അത് തീർച്ചയായും മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് സെക്കൻഡ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിഗാർഡിംഗ് സർവീസസ് ടു റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന എന്തൊക്കെ സേവനങ്ങളാണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? ഏറ്റവും ആദ്യമായിട്ടാണ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പല ആവർത്തിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ലെ, ഓൾമോസ്റ്റ് ഈ ഒരു ഡയഗ്രാം തന്നെ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ
ഹിപ്നോട്ടൈസ് ചെയ്ത പോലെ ഇപ്പോൾ തറവായി കാണും അല്ലേ. മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് ഹോൾസെയിലേഴ്സ് കളക്ട് ചെയ്ത് റീറ്റെയിലേഴ്സിന്റെ അടുത്തോട്ട് എത്തിച്ച് റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത് ഹോൾ ത്രൂ ഔട്ട് ദ ചാപ്റ്റർ. അപ്പം അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് കസ്റ്റമേഴ്സ് മേടിക്കാൻ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല ഷോപ്പുകളിൽ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു സാധനം ചോദിക്കുമ്പോൾ അവർ പറയാം അയ്യോ അത് വന്നിട്ടില്ല അതില്ല എന്ന് ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം ആയാലോ അല്ലെങ്കിൽ 4 പ്രാവശ്യം ആയാലോ നമ്മൾ പിന്നെ ആ ഷോപ്പിൽ പോവുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ റീറ്റെയിലേഴ്സിന്റെ അടുത്ത് ഈ ഷോപ്പിൽ വന്ന് ആൾക്കാർ സാധനം മേടിക്കുമ്പോൾ അവിടെ അവൈലബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ ആ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹോൾസെയിലേഴ്സ് ഇവിടെ സാധനം എത്തിക്കണം. അപ്പം റീറ്റെയിലേഴ്സിന് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ്സ് ആണ് ഹോൾസെയിലേഴ്സ് എപ്പോഴും അവർക്ക് ഗുഡ്സ് അവൈലബിൾ ആക്കിക്കൊണ്ട് ഇരിക്കും. രണ്ടാമതാണ് ദി പ്രൊവൈഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. നേരത്തെ നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മുടെ മാനുഫാക്ചറേഴ്സിന്റെ അടുത്തോട്ട് ഈ ഹോൾസെയിലേഴ്സ് ആണ് റീറ്റെയിലേഴ്സിന്റെ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. റീറ്റെയിലേഴ്സിന്റെ റിക്വയർമെന്റ് എത്രയാണ് എന്നൊക്കെ റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിനോട് പറയും, അതനുസരിച്ചായിരിക്കും മാനുഫാക്ചറിംഗ് യൂണിറ്റിനോട് പറയുക. പിന്നെ അതുകൂടാണ്ട് തന്നെ റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ട് ഹോൾസെയിലേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അവരുടെ ഡിമാൻഡ് അനുസരിച്ച് റീറ്റെയിലേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് അത് മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊവൈഡിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടാണ് അല്ലേ. ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് റീറ്റെയിലേഴ്സ് ആകുമ്പോഴത്തേക്കും വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന യൂണിറ്റുകളാണ്. അപ്പോൾ അവരത് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പം പ്രോംപ്റ്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് കൊടുക്കാൻ അവരുടെ അടുത്ത് കാണിയില്ല. അപ്പം ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യും? ഹോൾസെയിലേഴ്സ് തീർച്ചയായും ഇവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ പേ ചെയ്തില്ലെങ്കിൽ സാരിയില്ല, സെയിൽസ് സാധനങ്ങളൊക്കെ വിറ്റ് പോയി കസ്റ്റമേഴ്സ് ഒക്കെ മേടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾ തന്നാൽ മതി എന്നൊക്കെ അവർ സഹായിക്കാറുണ്ട്. അപ്പം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു ആഡഡ് ബെനിഫിറ്റ് തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹോൾസെയിലേഴ്സ് ഡീൽ ചെയ്യുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആയിരിക്കും. ചിലപ്പം പ്രൊഡക്റ്റ് എ മാത്രമായിരിക്കും, ബി മാത്രമായിരിക്കും, അല്ലെങ്കിൽ എയും ബിയും മാത്രമായിരിക്കും, അല്ലെങ്കിൽ പല വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സും ആയിട്ടായിരിക്കും ഇവർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ് മേലോട്ടാണോ താഴത്തോട്ടാണോ ഇതൊക്കെ ഏകദേശം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ റീറ്റെയിലേഴ്സിന് ഇവർക്കൊന്ന് സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നോളജ് മാർക്കറ്റിനെ പറ്റിയുള്ള അറിവ് കൊടുക്കാനുള്ള ഒരു റിസോഴ്സ് ആണ് ഹോൾസെയിലേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത അഞ്ചാമത്താണ് റിസ്ക് ഷെയറിംഗ്. റിസ്ക് ഷെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് നിന്ന് ലംസം ക്വാണ്ടിറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണ് ഹോൾസെയിലേഴ്സ് ഒരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് അവരുടെ കൈ സൂക്ഷിക്കും. അതിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും റീറ്റെയിലേഴ്സ് കളക്ട് ചെയ്ത് അവരുടെ കൈ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി റിസ്ക് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റിന്റെ റിസ്ക് ആരുടെ കയ്യിലാണ്? തീർച്ചയായും ഹോൾസെയിലേഴ്സിന്റെ കൈ തന്നെയാണ് അല്ലേ. ബിക്കോസ് മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റുകളെല്ലാം ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന വഴി റിസ്ക് ഹോൾസെയിലേഴ്സിന്റെ തലയിൽ പോയി. ഇനി നമ്മുടെ റീറ്റെയിലർ പറയാണ് സാധാരണ നമ്മൾ 100 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം 50 മതി എന്ന് പറയുമ്പോൾ അത്രയും സാധനങ്ങളായിരിക്കും ഹോൾസെയിലേഴ്സിന്റെ കയ്യിലിരിക്കുന്നത്. അപ്പം കഷ്ടകാലത്തിന് എന്തെങ്കിലും ഹോൾസെയിൽ നമ്മുടെ ഗോഡൌണിൽ തീ പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, കള്ളം കയറി നശിപ്പിക്കുകയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവിടെ നഷ്ടം വരുന്ന ആർക്കാണ്? ഹോൾസെയിലേഴ്സിന് തന്നെയാണ്. അപ്പോൾ അവിടെ റീറ്റെയിലേഴ്സ് എന്നുള്ള നിലയിൽ റീറ്റെയിലേഴ്സിന് തീർച്ചയായും അതൊരു റിസ്ക് ഷെയറിംഗിന്റെ കാര്യത്തിൽ ബെനിഫിഷ്യൽ തന്നെയാണ്. അല്ലാത്ത പക്ഷം മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് എല്ലാ യൂണിറ്റും കൊണ്ട് റീറ്റെയിലേഴ്സിന്റെ അടുത്ത് വെച്ച് അവിടുന്ന് വിറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമാണ് റീറ്റെയിലേഴ്സിന് ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ കിട്ടുള്ളൂ. അത്രയും നാളും അവർക്ക് ഈ പ്രൊഡക്റ്റ് കെയർഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ഒരു റിസ്കി ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് റീറ്റെയിൽ ട്രേഡ് എന്നുള്ളതാണ്. അതായത് റീറ്റെയിൽ ട്രേഡർ എന്താണ്, അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡർ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. അതായത് ഇറ്റ്സ് ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ ഹോൾസെയിലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതല്ലേ നമ്മൾ ഹോൾസെയിലേഴ്സിന്റെയും അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറി ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ റീറ്റെയിലേഴ്സിനെ പറയാൻ പറ്റും. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പം ജസ്റ്റ് കഴിഞ്ഞു പോയ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്ത് ഹോൾസെയിലർ ആരാ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇപ്പം നമ്മൾ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഹു ഇസ് എ റീറ്റെയിലർ എന്നാണ്. റീറ്റെയിൽ ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ. മാനുഫാക്ചർ എടുത്ത് ലംസമായിട്ട് ഗുഡ്സ് മേടിക്കുന്നവരെ നമ്മൾ വിളിക്കും ഹോൾസെയിലേഴ്സ് എന്ന് വിളിക്കും. ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് നിന്ന് ലംസം അല്ലാതെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ മേടിക്കുന്നതിനെ റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കും. റീറ്റെയിലേഴ്സിന്റെ അടുത്ത് നിന്നാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇങ്ങനെ വട്ടം വരച്ച് വെച്ചേക്കുന്നത് ചുമ്മാ ഭംഗിക്ക് വേണ്ടി വരച്ചേക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇത് തീർച്ചയായും നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഹോൾസെയിലറിന്റെ കയ്യിലോട്ട് എത്തിക്കുന്നു. റീറ്റെയിലേഴ്സ് അതിനേക്കാളും ചെറിയൊരു ക്വാണ്ടിറ്റി അവരുടെ സ്റ്റോക്കായി സൂക്ഷിക്കുന്നു. കസ്റ്റമേഴ്സ് പോയി മേടിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ മാത്രം, അവരുടെ ആവശ്യത്തിനുള്ളത് മാത്രം അവർ പർച്ചേസ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഒരു റീറ്റെയിൽ ട്രേഡ് എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ, അതായത് നമ്മുടെ ഹോൾസെയിലർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരോടൊക്കെ? റീറ്റെയിലേഴ്സിനോടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളോടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റീറ്റെയിലേഴ്സിന്റെ സർവീസസ് ആണ്. റീറ്റെയിലേഴ്സിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ. റീറ്റെയിലർ കണക്ട് ആയിട്ടിരിക്കുന്ന ആരോടൊക്കെയാണ്? ഹോൾസെയിലേഴ്സിനോട് കണക്ട് ആണ്, അതേപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പം വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ടു ദ കസ്റ്റമേഴ്സ്. പിന്നെ അതേപോലെ തന്നെ റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന എന്തൊക്കെ സർവീസസ് ഉണ്ട്, സേവനങ്ങളുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സ്. ഇനി ഇതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഈസ് ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഈ പോയിന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം റീറ്റെയിലേഴ്സ് എവിടെ പോയി നമ്മുടെ ഡയഗ്രാം ഉണ്ടായിരുന്നത് അതാ ഇവിടെ. അപ്പോൾ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യാണ്? റീറ്റെയിലേഴ്സ് കസ്റ്റമറിന്റെ മുമ്പിൽ ഹോൾസെയിലേഴ്സിന്റെ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിന്റെ പ്രൊഡക്റ്റിനെ പറ്റി വളരെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രമാണ് കസ്റ്റമേഴ്സ് വന്ന് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മേടിക്കുള്ളൂ. അപ്പോൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ വലിയൊരു റോളാണ് ഇവർ വഹിക്കുന്നത്. അപ്പം നമ്മുടെ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഹോൾസെയിലേഴ്സുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് ഡിസൈഡ് ചെയ്യുവാണ്, ഓക്കെ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് അങ്ങ് കുറച്ചേക്കാം, കസ്റ്റമേഴ്സിന്റെ അടുത്ത് അങ്ങ് നിർപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചാലോ തീർച്ചയായും അത് റീറ്റെയിലേഴ്സിന് പറ്റുന്നതാണ് അല്ലെ. നമ്മൾ പലപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ സെയിൽസ്മാൻ പറയാറില്ലേ, ഓ ഇതത്ര ക്വാളിറ്റി ഒന്നും ഇല്ല അല്ലെ, മറ്റേ കമ്പനിയുടെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതേപോലെ ഒരു എഫക്റ്റ് ആണ് ഇവിടെ. റീറ്റെയിലേഴ്സിന് കുറച്ചുകൂടി എന്താണ് ഈ ഗുഡ്സിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലും സെല്ലിങ്ങിന്റെ കാര്യത്തിലും തീർച്ചയായും വലിയൊരു റോൾ ഉണ്ട്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത് പേഴ്സണൽ സെല്ലിംഗ്. അതായത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റിംഗിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. വേർ ആസ് നമ്മുടെ ഒരു വ്യക്തി
ഒരു പെർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ അയാൾ നേരിട്ട് പോയി കസ്റ്റമറിനെ ഡീൽ ചെയ്ത് അവരോട് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിനെ പറ്റി പറഞ്ഞ് ഇയാളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ്. ഇതാണ് ബേസിക്കലി പേഴ്സണൽ സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ബേസിക്കലി നമ്മുടെ റീറ്റെയിലറിന്റെ എഫേർട്ട് കൊണ്ടാണ് കസ്റ്റമേഴ്സ് സാധനം മേടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ റീറ്റെയിലർ പറയുകയാണ് ഗുഡ് ആയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും കസ്റ്റമർ സാധനം മേടിക്കും. ബാഡ് ആയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമർ അതിനെ വെറുപ്പിച്ചങ്ങോട്ട് പോകും അല്ലെ. അപ്പം ഇതാണ് ബേസിക്കലി പേഴ്സണൽ സെല്ലിംഗ് ആസ്പെക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ടാണ് എനേബിളിംഗ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ. ഈ മാനുഫാക്ചർക്ക് അല്ലെങ്കിൽ ഹോൾസെയിലർക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമറിനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ സ്വാഭാവികമായിട്ടും ആരുടെ ഹെൽപ്പോടെയാണ് നീങ്ങാൻ പറ്റുള്ളൂ, അവർക്ക് റീറ്റെയിലേഴ്സിന്റെ ഒരു ആവശ്യം ഉണ്ട് അല്ലെ. ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. റീറ്റെയിലേഴ്സ് കൂടുതൽ സെൽ ഓഫ് ചെയ്താൽ മാത്രമാണ് ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് വീണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഹോൾസെയിലേഴ്സ് വീണ്ടും പർച്ചേസ് ചെയ്യാൻ എവിടുന്നാണ്, മാനുഫാക്ചേഴ്സിന്റെ അടുത്താണ്. അപ്പോൾ ഇതൊരു ചെയിൻ ആണ് ബേസിക്കലി. അപ്പോൾ ഇതിൽ റീറ്റെയിലേഴ്സിന്റെ റോൾ എന്ന് പറയുമ്പോൾ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നാലാമതാണ് കളക്ടിംഗ് മാർക്കറ്റ് ഇൻഫർമേഷൻ. മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റിലെ ട്രെൻഡിനെ അറിയുക. അപ്പോൾ തീർച്ചയായും നമ്മുടെ കസ്റ്റമറിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ട് മാറ്റങ്ങളും ഒക്കെ അറിയുന്നത് നമ്മുടെ റീറ്റെയിലർ ആണ് അല്ലെ. അപ്പോൾ ഈ റീറ്റെയിലർ എന്ത് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഹോൾസെയിലേഴ്സിന്റെ അടുത്ത്. അതേപോലെ തന്നെ മാനുഫാക്ചറുടെ അടുത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഫിഫ്ത്ത് വൺ ആണ് പ്രൊമോഷൻ, ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ. അതായത് നമ്മുടെ ബിസിനസിന്റെ പ്രൊമോഷൻ, അതെങ്കിൽ ഇതിനെ നമ്മൾ മറ്റുള്ളവരോട്ട് എത്തിക്കാനുള്ള സാധ്യത ഇത് തീർച്ചയായും റീറ്റെയിലറിന്റെ കൈ തന്നെയാണ്. നമ്മുടെ മാനുഫാക്ചറിന്റെ പ്രൊഡക്ട്സിനെ പറ്റി ഗുഡ് അല്ലെങ്കിൽ ബാഡ് പറയുന്നോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനിപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഷോപ്പിൽ ഇപ്പം എ ബി സി അങ്ങനെ പല ടൈപ്പ് ഒരു സാധനം ബ്രാൻഡ് കാണും. ഇപ്പം നമ്മൾ സോപ്പ് തന്നെ എടുത്താൽ കാണും എന്തൊക്കെയാണ്, ലക്സ് കാണും, പിന്നെ എന്തൊക്കെയാ ഡവ് കാണും, പിന്നെ അങ്ങനെ എ ബി സിന്നോ ഏതാണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ബ്രാൻഡുകൾ നമ്മുടെ കാണും. പല കളറിലും ഡിസൈനിലും മാർക്കറ്റിംഗിന്റെ ആ ഒരു ലുക്കിലും എല്ലാത്തിനും കാണും അല്ലേ. അപ്പോൾ നമ്മളൊരു ശരാശരി നമ്മളിപ്പോൾ ഒരു സോപ്പ് എടുക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആണ് അല്ലേ, ഏതെടുക്കണം നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതിന്റെ ലുക്ക് അനുസരിച്ച് എടുക്കണോ, പ്രൈസ് അനുസരിച്ച് എടുക്കണോ, എന്താ സ്മെൽ അനുസരിച്ച് എടുക്കണോ, അങ്ങനെ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആണ് റൈറ്റ്. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു സോപ്പിന് മേളിൽ എന്നാണ് 1+1, അതായത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നാണ് കാണുന്നത്. തീർച്ചയായും പ്രത്യേകിച്ച് മലയാളികളുടെ സ്വഭാവം ചാടി വീഴും അല്ലെ. ഓക്കെ ഇത് തന്നെ, ഇത് അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ വീഴും. സോ അതുകൊണ്ട് അങ്ങനത്തെ ഈ ഓഫറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ളത് റീറ്റെയിലേഴ്സ് തന്നെ ആണ്. അപ്പൊ ഇനി അടുത്ത് നോക്കാനുള്ള സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സ് നമ്മൾ കണ്ടു. ഇനി സർവീസസ് ടു കൺസ്യൂമേഴ്സ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പറയുന്ന പോയിന്റ് ആണ് ദാറ്റ് ഇസ് റെഗുലർ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എന്താണ്, കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് കസ്റ്റമേഴ്സിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും. ഒരു പ്രാവശ്യം നമ്മൾ സാധനം മേടിക്കാൻ വന്നു, ഇല്ല അവൈലബിൾ അല്ല, അടുത്ത ദിവസം വന്നു, പിന്നീട് വന്നു, അങ്ങനെ 2-3 തവണ ആകുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ കസ്റ്റമർ പറയും ഈ ഷോപ്പിൽ ചെന്നിട്ട് വലിയ മെച്ചമൊന്നുമില്ല അല്ലെ, വേറെ ഷോപ്പിൽ നോക്കാം എന്നുള്ള രീതിയിൽ അവർ സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, കൺസ്യൂമേഴ്സിന് ഉണ്ടാവുന്ന സർവീസസ് എന്താണ്, റീറ്റെയിലേഴ്സ് ഉള്ള വഴി കറക്റ്റ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ അവൈലബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇനി അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിന് ഈ ഒരു അവസ്ഥ, ഈ ഒരു സ്റ്റെപ്പിൽ ഇതിന്റെ ഒരു പ്രോസസിന്റെ ഭാഗമായതുകൊണ്ട് റീറ്റെയിലേഴ്സിന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് പുതിയ സ്റ്റോക്ക് എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എപ്പോഴാണ് വരുന്നത്, പിന്നെ അതേപോലെ ഓഫറിന്റെ സീസൺ എപ്പോഴാണ് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് റീറ്റെയിലറിന്റെ കയ്യിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തൊരു പോയിന്റ് വരുന്നത് ദാറ്റ് ഇസ് ന്യൂ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്, ലേറ്റസ്റ്റ് ഏതാ വേർഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഷോപ്പുകളിലാണെങ്കിലും പോകുമ്പോൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഐറ്റംസിന്റെയും ഡ്രസ്സസിന്റെയും ഒക്കെ ഷോപ്പിൽ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് അല്ലേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് ഉണ്ടോ, ഡ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ വേർഷൻ ഉള്ള ഡിവൈസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, അന്നേരം ഒന്ന് വിളിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ബേസിക്കലി ഇറ്റ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഹെൽപ്പുകളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ആണ് കൺവീനിയൻസ് ഇൻ ബൈയിങ്. കൺവീനിയൻസ് ഇൻ ബൈയിങ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സ്, അപ്പോൾ ഇവരെല്ലാവരും ഒരേ നാട്ടിലുള്ളവരാണെന്ന് നിർബന്ധമുണ്ടോ, ഒരിക്കലും ഇല്ല. ചിലപ്പോൾ നമ്മുടെ മാനുഫാക്ചർ ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസിന്റെ ഒക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പച്ചക്കറി ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലെ. അപ്പോൾ വെജിറ്റബിൾസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് തമിഴ്നാട്ടിലായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മുടെ ഹോൾസെയിലർ ഇരിക്കുന്നത് എവിടെയാണ്, കേരളത്തിലൊക്കെ ഹോൾസെയിലർ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ ഹോൾസെയിലർ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇവിടുത്തെ ചെറിയ ഷോപ്പിൽ കൊടുക്കണം, അതും കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലുള്ളവരും കേരളത്തിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അപ്പം ഈ നമ്മുടെ കസ്റ്റമർ ചിന്തിക്കുകയാണ് ഓക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ 100 രൂപ, ഇവിടെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ 10 രൂപ, എന്നാൽ പിന്നെ നേരിട്ട് ചെന്നിട്ട് ഹോൾസെയിലറിനെ റീറ്റെയിലറിനൊക്കെ അവോയ്ഡ് ചെയ്ത് ഇവിടെ ചെന്ന് മേടിച്ചാലോ 10 രൂപയ്ക്ക് എന്ന് ചോദിച്ചാലോ തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ അത് എപ്പോഴും നടക്കുന്ന കാര്യമാണോ, ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല അല്ലേ. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ പോയി ഇതുപോലെ പോയി പച്ചക്കറി മേടിക്കാനിരുന്നാൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. അതായത് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും വരുന്ന വഴി മാർക്കറ്റിൽ സാധനങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ട്, റേറ്റ് കൂടുതലാണോ ഇല്ലയോ എന്നുള്ളതല്ല, സാധനങ്ങൾ കൺവീനിയന്റ്ലി അവൈലബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് വൈഡ് സെലക്ഷൻ. ഈ ഒരു പോയിന്റ് അത്ര യോജിക്കാൻ പറ്റില്ല, ബട്ട് എന്നാലും വൈഡ് സെലക്ഷൻ പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അതായത് കസ്റ്റമർ ഏത് തരത്തിലുള്ള ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എ എന്ന് പറഞ്ഞ ടൈപ്പിലുള്ള ഗുഡ്സ് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ, അതായത് ലക്സ് എന്ന് പറയുന്ന ഒരു സോപ്പ് മാത്രമാണ് നമ്മുടെ ഷോപ്പിലെങ്കിൽ ആൾക്കാർ അത് മേടിക്കണമെന്നുണ്ടോ ഇല്ല. ചിലരത് ഓക്കെ എന്നാൽ സോപ്പ് മതിയല്ലോ എന്ന് വിചാരിക്കുന്നവർ അത് മേടിക്കും. അല്ലാതെ ഇപ്പൊ ഡവ് മേടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും മേടിക്കില്ല അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ മാറ്റം ഉണ്ടാവും. ഇനി അതേപോലെ നമ്മുടെ ഷോപ്പിൽ പല ബ്രാൻഡുകളുള്ള ഒരു ഷോപ്പ് ആണെങ്കിലോ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു വൈഡ് ഏരിയ ഓഫ് സെലക്ഷൻ ഉണ്ട് എന്ന്. അത് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുന്നതും റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ റീറ്റെയിലേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന് ആവശ്യം അനുസരിച്ച് വേണം ഈ സെലക്ഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ ഇസ് ആഫ്റ്റർ സെയിൽ സർവീസസ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമുക്ക് പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് അല്ല അല്ലെ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സെല്ലർ ഒരു സാധനം സെല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചോദിക്കുകയോ പറയോ ഒന്നുമില്ല, ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ട് അത് തിരിച്ച് നമ്മുടെ സെല്ലറിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യമാണ് ഇതെന്താ നിങ്ങൾ നോക്കിയെടുക്കാൻ എന്നാദ്യം ചോദിക്കും അല്ലേ. പക്ഷേ
ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? അല്ല. ഇന്നത്തെ കാലത്ത് ആ ഒരു ട്രെൻഡ് തന്നെ മാറി. കസ്റ്റമർ ഇസ് ദ കിങ് എന്നുള്ളൊരു കോൺസെപ്റ്റായി മാറി. നമ്മളൊരു സാധനം സെല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരുവാണ്. ഈവൻ ഡ്രസ്സിന്റെ ആണെങ്കിലും പല സാധനങ്ങളിലും നമ്മൾ നോക്കാറുണ്ട്. ഈവൻ ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാണാറുണ്ട് 7 ഡേയ്സിനുള്ളിൽ റിട്ടേൺ പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അല്ലേ? അങ്ങനെ ഒത്തിരി വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഇവിടെയും പറയുന്നത് എന്താണ്, ആഫ്റ്റർ സെയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പണ്ടത്തെ പോലെ സെല് ചെയ്ത് കഴിഞ്ഞു അതോടെ ബന്ധം തീർന്നു എന്നല്ല. ഇന്നത്തെ കാലത്ത് ആഫ്റ്റർ സെയിൽ സർവീസസിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ അടുത്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ഓൾറെഡി നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഹോൾസെയിലേഴ്സിന്റെയും മാനുഫാക്ചേഴ്സിന്റെയും ബന്ധം വെച്ച് നോക്കിയപ്പോൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നു ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പോൾ റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇതേപോലെ തന്നെ ചില ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ അടുത്ത് സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ അവരോട് അന്നേരം തന്നെ പേയ്മെന്റ് വേണം അല്ലാതെ തരികയില്ല എന്നൊന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റിലയബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ തീർച്ചയായും നമുക്ക് അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത കാണാനുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ദ ടൈപ്പ് ഓഫ് റീറ്റെയിലിംഗ് ട്രേഡ്. അതായത് റീറ്റെയിലിംഗ് ട്രേഡിനെ പറ്റിയാണ് നമ്മൾ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ബിക്കോസ് റീറ്റെയിലേഴ്സ് ആണ് കൺസ്യൂമേഴ്സുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സിനെ പറ്റി നമുക്ക് തറവായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ ബിസിനസ് നടത്തുന്നവർ അല്ലെങ്കിൽ ഷോപ്പ് ഉള്ളവർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതിന്റെ തന്നെ കാറ്റഗറി നമ്മൾ അക്കൗണ്ടൻസിയിൽ പല ആവർത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് ബിസിനസ് പഠിക്കുകയാണെങ്കിൽ സ്മോൾ ബിസിനസ് ഉണ്ട്, ബിഗ് ബിസിനസ് ഉണ്ട്. പിന്നെ ഓണർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ളതുണ്ട്, പബ്ലിക് ഓണർഷിപ്പിന്റെ ഉണ്ട്, ഗവൺമെന്റ് ബിസിനസ്സുകളുണ്ട് അല്ലെ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ. പിന്നെ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അവിടെ ഒരു വ്യക്തി. ഇനി അതേപോലെ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 persons. പിന്നെ അതേപോലെ കമ്പനി ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ എത്രയോ ആൾക്കാർ അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ടൈപ്പ് ഓഫ് കാറ്റഗറീസ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ബട്ട് റീറ്റെയിലേഴ്സിന്റെ നമ്മൾ ഇതുവരെ കാണാത്ത 2 ടൈപ്പ് ഓഫ് കാറ്റഗറീസിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ്, അതേപോലെ രണ്ടാമത്താണ് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാറ്റഗറി എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിനെ നമ്മൾ എപ്പോഴും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോൾ എഴുതിയാലും പോയിന്റുകൾ എപ്പോഴും ഇതുപോലെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതാൻ ശ്രമിക്കുക. ബിക്കോസ് എപ്പോഴും നമുക്ക് ഓർത്താൽ മതി, നമുക്ക് ഒരിക്കലും എന്താ പറയുന്നത് ഒരു വലിയ പാരഗ്രാഫ് കണ്ടാൽ വായിക്കാൻ ആർക്കും തന്നെ മനസ്സിലില്ല അല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ ആയിരിക്കും, ചെറിയ ക്ലാസ്സസ് ആയിരിക്കും, ടീച്ചർ പറയാണ് ഒരു പോർഷൻ എടുത്ത് വായിക്കും മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് ഓക്കെ എവിടെ തുടങ്ങണം എവിടെ വായിക്കണം എന്നല്ല. നമ്മൾ ആദ്യമേ നമ്മൾ കണ്ണോടിച്ച് നോക്കുന്നത് എന്താണ്, എത്ര വലുതാണ് പാരഗ്രാഫ് എന്നാണ് അല്ലെ. ഓരോ പോയിന്റുകളൊക്കെ വായിക്കാൻ പറയുമ്പോൾ ഒരു കുഞ്ഞു പോയിന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷമാണ് കാണുമ്പോൾ. വലിയൊരു പാരഗ്രാഫ് വരുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത് പറയുമ്പോഴത്തേക്കും നമ്മുടെ അന്നേരം തന്നെയുള്ള മൂഡ് പോകും അല്ലേ. അപ്പം അതേ കോൺസെപ്റ്റാണ് ടീച്ചേഴ്സിന് എപ്പോഴും ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടുന്നതാണ് അവർക്ക് ഒരു സന്തോഷം, റൈറ്റ്. സോ അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ ഫ്ലോ ചാർട്ടുകളായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇഗ്നറന്റ് റീറ്റെയിലേഴ്സ് ഉണ്ട്, ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ഉണ്ട്, റൈറ്റ്. സോ ഇഗ്നറന്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇതിനെ ഒരു 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. നമുക്ക് ഇതിനെ വരച്ചേക്കാം. ഈ കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കാറ്റഗറീസ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഗ്നറന്റ് റീറ്റെയിലേഴ്സിന്റെ ഒരു കോമൺ സിറ്റുവേഷൻ വെച്ചാൽ അവർക്കൊരു ഫിക്സ്ഡ് പ്ലേസ് ഓഫ് എ ഷോപ്പ് ഇല്ല. അതായത് നമുക്കറിയാം ഈ പറയുന്ന നമ്മൾ ഈ പെരുന്നാൾ സ്ഥലത്തും പിന്നെ അതേപോലെ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഷോപ്പുകൾ കാണാറുണ്ട് അല്ലെ. 10-20 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിങ്, ഏതെടുത്താലും 10 ഏതെടുത്താലും എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും അവരെ തിരിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ പെരുന്നാൾ സ്ഥലത്ത് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എന്താ നമ്മൾ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ പോലെ ആട് കിടക്കുന്നവർക്ക് പൂട പോലും കാണിയില്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അവർ ആരും കാണിയില്ല അല്ലെ. ബിക്കോസ് അവർ വേറെ ലൊക്കാലിറ്റി സെലക്ട് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ടാവാം. സോ ദേ ആർ വാട്ട് ഇസ് കോൾഡ് ആസ് ഇഗ്നറന്റ് റീറ്റെയിലേഴ്സ്. അവർക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല ബിസിനസ് നടത്താൻ. അതേപോലെ തന്നെ നമുക്ക് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ കണ്ടുവരുന്ന ഓരോ ഷോപ്പുകൾ അല്ലെ, അത്യാവശ്യം ഉൾപ്പെടെ ആ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെ തിരിച്ചു കൊണ്ട് കൊടുക്കാം. അതേ ചേട്ടാ നിങ്ങളുടെ സാധനം ഞങ്ങൾ മേടിച്ചിട്ട് ഇതുപോലെ ഫ്ലോപ്പ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുക്കാം അല്ലെ. അപ്പം അതുപോലെ അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ പ്ലേസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ എന്താ വ്യത്യാസം എന്നുള്ളത്, ഏത് ഞാൻ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏത് പ്രൊഡക്ട്സിനായിരിക്കും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. പക്ഷേ അതൊരിക്കലും നമുക്ക് ഇഗ്നറന്റ് റീറ്റെയിലേഴ്സ് എപ്പോഴും ഒരു ക്വാളിറ്റി ഇല്ലാത്തവരാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് പ്രൊഡക്റ്റിന്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ നമുക്കൊരു പേന അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ഫിക്സ്ഡ് ഷോപ്പിൽ നിന്ന് മേടിച്ചാലും ഇങ്ങനെ വാണിജ്യ കടകളിൽ അതായത് വെച്ച് വാണിജ്യ കടകളിൽ നിന്ന് മേടിച്ചാലും സെയിം തന്നെയാണ് എഫക്ട് വരുന്നത് അല്ലെ. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ വലിയ വലിയ ഗുഡ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ടോയ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് മേടിക്കുന്നെങ്കിൽ എപ്പോഴും ഫിക്സ്ഡ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്, റൈറ്റ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇഗ്നറന്റ് റീറ്റെയിലേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് ആണ് പെഡലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്. പെഡൽ എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ. പെഡൽ എന്ന് പറയുമ്പോൾ എന്താണ്, എവിടെ കേട്ടിട്ടുണ്ടാവുക, തൽക്കാലം ഒരു അക്രമം കാണിക്കാൻ പോവുകയാണ്, ഒരു സൈക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, സൈക്കിൾ പോലെ തോന്നില്ലെന്നറിയാം, ഗാന്ധിജിയുടെ കണ്ണാടി പോലെയൊക്കെയാണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ ചുമ്മാ ഇമാജിൻ ചെയ്യുക ഒരു സൈക്കിളാണ്. ഓക്കെ, ആ ഒരു സീറ്റും വേണമല്ലോ. ഓക്കെ, പെഡലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്. പെഡൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് കേട്ടേക്കുന്നത്, നമ്മുടെ സൈക്കിളിന് ഒരു പെഡൽ ഇല്ല അല്ലേ. നമുക്ക് എവിടെയെങ്കിലും ഒരു പെഡലും കൂടി ഫിക്സ് ചെയ്തേക്കുക. ഇതാണ് നമ്മുടെ പെഡൽ. ഓക്കെ, സൈക്കിളിന്റെ പെഡൽ എന്ന് പറയുമ്പോൾ എന്താ സാധനം അറിയാലോ, അത് പെഡൽ ചെയ്യുമ്പോഴാണ് ഇതിന്റെ സൈക്കിൾ മൂവ് ചെയ്യുന്നത്, റൈറ്റ്. സോ പെഡലേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഷോർട്ട് കട്ട് മനസ്സിലാക്കുക, അത് സൈക്കിളിൽ കച്ചവടക്കാരാണ്. അതായത് സൈക്കിളിലൊക്കെ കൊണ്ട് നടക്കാറില്ലേ, ഐസ്ക്രീം കൊണ്ട് നടക്കാറുണ്ട്. അതേപോലെ സൈക്കിൾ എന്ന് പറയുമ്പോൾ ലിറ്ററലി സൈക്കിൾ എന്ന് തന്നെ അല്ല കേട്ടോ. അതായത് ഈ വണ്ടികളിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ വേണ്ടി നടക്കുന്നവർ, ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, അതേപോലെ കുഞ്ഞു കുഞ്ഞു മറ്റേ ഈ കാർപ്പറ്റ് പോലത്തെ സാധനങ്ങൾ. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് വരും കാർപ്പറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ ചട്ടി കൊട്ട വട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ചില ആൾക്കാർ വരാറുണ്ട്. സോ അവരൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്. സൈക്കിൾ റിക്ഷ അതല്ലെങ്കിൽ അതുപോലത്തെ എന്താണ് ചെറിയൊരു മാർഗം അല്ലെങ്കിൽ വലിയൊരു വണ്ടി അല്ലെങ്കിൽ ഇതൊന്നും ആയിട്ട് മോട്ടോർ വെഹിക്കിൾ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ് പീപ്പിളിനെയാണ് പെഡലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്
ഹോക്കേഴ്സ് എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ പുറത്ത് കാണാറുണ്ട് ഐസ്ക്രീം വണ്ടിക്കാരനൊക്കെ വന്ന് നിൽക്കുന്നത് അല്ലെ, ചാത്തൻ ഐസ്ക്രീമായിട്ട് മേടിച്ചുകൊണ്ട് വരും. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടും. അതേപോലെ ക്യാമറയുടെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം എല്ലാം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 10ന്റെ മുമ്പിൽ ഒരു 0 കൂടി ഇട്ടാലായിരിക്കും അങ്ങനത്തെ ഐസ്ക്രീംസ് മേടിക്കുന്നത്, റൈറ്റ്? സോ അപ്പോൾ തമ്മിൽ സ്വാഭാവികമായിട്ടും ക്വാളിറ്റിയിലെ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. ബട്ട് നമ്മൾ പഠിക്കുന്ന പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സിനെ പറ്റി ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് മാർക്കറ്റ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവർ തീർത്തും ഹോക്കേഴ്സ് അല്ലെങ്കിൽ പെഡ്ലേഴ്സ് അല്ല. പക്ഷേ അവർ ചില പ്രത്യേക ദിവസങ്ങളിൽ, ഫോർ എക്സാമ്പിൾ സൺഡേസ് മാത്രം, ഓൺലി ഓൺ സൺഡേസ്, ഓപ്പൺ ഓൺലി ഓൺ സൺഡേസ് എന്ന് പറഞ്ഞ് ചില ദിവസങ്ങളിൽ മാത്രം കച്ചവടം ചെയ്യുന്നവരെയാണ് നമ്മൾ മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? അതായത് നമുക്ക് ഒത്തിരി അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ്ലി നമുക്ക് ആവശ്യമില്ലാത്ത ചിലപ്പോൾ ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണാറില്ല ചില ആൾക്കാർ റോഡിന് സൈഡിൽ ഒരു കാറോ അല്ലെങ്കിൽ വാനോ വെച്ചിട്ട് ഇങ്ങനെ കാണും എല്ലാ സാറ്റർഡേസോ അല്ലെങ്കിൽ ഫ്രൈഡേസോ ഏതെങ്കിലും പെർട്ടിക്കുലർ ദിവസങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നതാണ് ബിക്കോസ് ഓഫ് ലോട്ട് മെനി റീസൺസ്. കുറേ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മളൊരു മുസ്ലിം പള്ളിയുടെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രൈഡേസിലായിരിക്കും അല്ലെ, ഫ്രൈഡേകളിലായിരിക്കും അവർ ഓടി വന്നിട്ട് അവിടെ നിൽക്കുക. പിന്നെ പെരുന്നാൾ സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ല, അവരൊക്കെ എന്താണ് എല്ലാ ദിവസവും അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ? ഇല്ല, അവർ ആ പെർട്ടിക്കുലർ സമയം അവർക്കറിയാം കസ്റ്റമേഴ്സ് എപ്പോൾ വരും, കൂടുതൽ കിട്ടും എന്നുള്ള സാഹചര്യം കാണുന്നു, ആ സമയങ്ങളിലായിരിക്കും അവർ വന്നിട്ട് ഇവിടെ നിൽക്കുക. സോ ദേ ആർ കോൾഡ് ആസ് മാർക്കറ്റ് ട്രേഡേഴ്സ്. ഇനി മൂന്നാമതാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ഇവരെ നമുക്ക് വിളിക്കാം പേവ്മെന്റ് വെൻഡേഴ്സ് എന്നും വിളിക്കാൻ പറ്റും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇപ്പൊ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഏകദേശം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, ഏകദേശം സിമിലർ ആയിട്ടുള്ള ആൾക്കാരാണ്. മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വളരെ ലോക്കലി സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവർ, ഒത്തിരി വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗുഡ്സ് ഒന്നും കൊടുക്കുന്നവർ അല്ല എന്ന് മനസ്സിലാക്കുക. ബേസിക്കലി വെജിറ്റബിൾസ്, എന്താ സ്വീറ്റ്സ്, പിന്നെ അതേപോലെ ഈ പാൻ സുപ്പാരി ഒക്കെ ഉണ്ടല്ലോ, ഈ ബംഗാളികളൊക്കെ എടുത്ത് ചവിട്ടുകൊണ്ടിരിക്കുന്നത്. ബംഗാളി മാത്രമല്ല നമ്മുടെ മലയാളികൾ പിള്ളേരും കണക്കാണ്. അപ്പം ഇതെല്ലാ സാധനങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അവരെയാണ് ബേസിക്കലി ഇഗ്നറന്റ് റീറ്റെയിലേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാൻ പറ്റുന്നത്. അപ്പം സ്ട്രീറ്റ് ട്രേഡേഴ്സും അതുപോലത്തെ ഒരു കാറ്റഗറിയാണ്. അവരും ഇവരുടെ പ്ലേസ് ഓഫ് ബിസിനസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഇന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിരിക്കും. ഇന്ന് ബസ് സ്റ്റാൻഡ് അടുത്താണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇനിയിപ്പം വല്ല റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോ വല്ലതൊക്കെ ആയിരിക്കും, റൈറ്റ്? ഇനി ലാസ്റ്റ് വൺ ആണ് ചീപ്പ് ജാക്സ്. ഈ ചീപ്പ് ജാക്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവർ കുറച്ചുകൂടി ഉയർന്നവരാണ്. നമ്മൾ ഏറ്റവും ലോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പെഡ്ലേഴ്സ് ആണ്, നമ്മളിപ്പോൾ സ്റ്റെപ്പ് പോലെ കാണുക, ഏറ്റവും ലോയിൽ പെഡ്ലേഴ്സ് ആണ് നിൽക്കുന്നത്. ഓക്കെ, അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന കുഴപ്പമില്ലാത്ത ലുക്കിലുള്ളവരാണ് മാർക്കറ്റ് ട്രേഡേഴ്സ്, അതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ളതാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ ചീപ്പ് ജാക്സ് എന്ന് പറയുമ്പോൾ ഈ ശ്രേണിയിൽ കുറച്ച് ഉയർന്നിരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതായത് 10 രൂപ തൊട്ട് 1000 രൂപ വരെയുള്ള സാധനങ്ങളുടെ ഷോപ്പൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ ഗ്രാൻഡ് ആയിട്ട് ഒരു വലിയൊരു സ്പേസ് തന്നെ എടുത്തിട്ട് ഇതുപോലെ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് അതിൻ്റെ അകത്ത് കുഞ്ഞു 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 ഇങ്ങനെ ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അതായത് ഓരോ എന്താണ് ഷോപ്പ്, ചിലപ്പോൾ ഷൂവിൻ്റെ ആയിരിക്കും, ചെരുപ്പിൻ്റെ ആയിരിക്കും, രണ്ട് സെയിം ആണ് അല്ലേ, ബാഗിൻ്റെ ആയിരിക്കും, പിന്നെ അതേപോലെ ചിലപ്പോൾ ഡ്രസ്സിൻ്റെ ആയിരിക്കും, ഇതുപോലെ ചിലപ്പോൾ ചില വീട്ടിലത്തെ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്, റൈറ്റ്? സോ അവയെ പറയുന്നതാണ് ചീപ്പ് ജാക്സ്. അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? അവരും താൽക്കാലികമായിട്ടുള്ളവരാണ്, റൈറ്റ്? അവർക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള ഷോപ്പൊന്നും ഇല്ല. അവർ 4 പോസ്റ്റ് വലിച്ച് കെട്ടി അവിടെ ഒരു വലിയ ടെന്റ് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ കച്ചവടം നടത്തുന്നു എന്നുള്ള മാത്രമാണ് വ്യത്യാസം. കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നു എന്ന് മാത്രമാണ് ഇവിടുത്തെ വ്യത്യാസം. പക്ഷേ ഓൾ ദ മോർ നോക്കിക്കഴിഞ്ഞാൽ അവരും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്ത് പോയിട്ട് കസ്റ്റമറിനെ പിടിക്കാൻ പോകും. അപ്പം ഇതാണ് ബേസിക്കലി ദ 4 ടൈപ്സ് ഓഫ് ഇഗ്നറന്റ് ട്രേഡേഴ്സ്. ഇനി അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് അല്ലെ. ഇഗ്നറന്റ് ട്രേഡേഴ്സ് ടെമ്പററി ആണ്, താൽക്കാലികമായിട്ടാണ് ബിസിനസ് വെക്കുന്നത് എന്ന് പഠിച്ചു എങ്കിൽ ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ബിസിനസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് പ്ലേസ് കാണും. അപ്പം ഇവരുടെ ഷോപ്പിനും എന്തായിരിക്കും സ്പെഷ്യാലിറ്റി? ഇപ്പം നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ മേടിക്കാനാണെങ്കിൽ ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ലോക്കൽ സാധനം ആണ് എന്ന് തോന്നും ഇഗ്നറന്റ് ട്രേഡേഴ്സിന്റെ അടുത്ത് മേടിക്കുമ്പോൾ. ഇവിടെ ആണെങ്കിലും ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന്റെ ആണെങ്കിലും 2 ടൈപ്പുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, രണ്ടാമത്താണ് ലാർജ് റീറ്റെയിലേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഓക്സിജൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ദുൽഖർ സൽമാൻ ആയിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ. ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഡിജിറ്റൽ എക്സ്പേർട്ടുകൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പം അവരുടെ ഷോപ്പ് കണ്ടിട്ടില്ലേ, എന്താ ഓർമ്മ വരുന്നത്? ഒരു ചെറിയൊരു പെട്ടിക്കടയാണ് ഓർമ്മ വരുന്നത് അല്ല, അത്യാവശ്യം മുഴുത്ത ഒരു ഷോപ്പ്, അതിൻ്റെ അത് കുറേ എക്സിക്യൂട്ടീവ്സ് അടിപൊളിയായിട്ട് ടീഷർട്സ് ഒക്കെ ഇട്ട് നല്ല ലുക്കിൽ അല്ലേ. അപ്പം അതാണ് ബേസിക്കലി ലാർജ് റീറ്റെയിലേഴ്സ്. അവരുടെ അടുത്ത് എന്തുണ്ട്? പല വെറൈറ്റി ടി വി ആണെങ്കിലും ഇത്ര വലിപ്പം, പിന്നെ വലിയ വലിപ്പം, ചെറിയ വലിപ്പം, ഏത് സൈസാണെന്ന് വെച്ചാൽ നമുക്കുണ്ട്. മൊബൈൽ ഫോൺ ആണെങ്കിലും ഏത് സൈസിലും ഏത് സ്പെസിഫിക്കേഷൻസിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സോ ദേ ആർ ബേസിക്കലി ലാർജ് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിൽ തന്നെ ലാർജ് ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഹോൾഡിംഗ്സ് ഉള്ളവരെയാണ്, സ്റ്റോക്ക് കൂടുതലുള്ളവരെയാണ് ലാർജ് റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് എന്തായിരിക്കും? നമ്മുടെ ഇപ്പോൾ ഓക്സിജൻ ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ടൗൺ ഏരിയകളിലായിരിക്കും പോകുന്നത് അല്ലേ. ഇനി നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ലോക്കൽ ആയിട്ടുള്ള പ്ലേസസിൽ ഏതായിരിക്കും? ഓക്സിജന്റെ ബ്രാഞ്ച് തുറന്നു അവർ ഇല്ല. അതേപോലെ തന്നെ ചെറിയ ഷോപ്പുകളായിരിക്കും അല്ലെ, ABC ലിമിറ്റഡ്ന്നോ ABC സൊല്യൂഷൻസ്ന്നോ അങ്ങനെയൊക്കെ പേരിലായിരിക്കും. അവിടെ എന്താണ്, ചിലപ്പം ഒരു 10 സാധനം വെച്ചാലായി, ഒരു സ്മോൾ TV 2 മീഡിയം TV 2 ബിഗ് TV 1 അങ്ങനെയൊക്കെ ആയിട്ട് അല്ലെ. മൊബൈൽ ഫോൺസ് ആണെങ്കിലും ലാർജ് വെറൈറ്റിയിൽ അവൈലബിൾ ആണോ? നമുക്ക് അല്ല. ചിലപ്പം ഓരോ സ്പെസിഫിക്കേഷൻസ് വെച്ച് ജസ്റ്റ് ഒരു 2-3 പീസ് ഒക്കെ ആയിരിക്കും അവൈലബിൾ ആക്കുന്നത്. സോ ദേ ആർ ബേസിക്കലി നോൺ ആസ് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് എന്ന് നമുക്ക് അവരെ വിളിക്കാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞതാണ്, അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐഡിയ കിട്ടി, അതായത് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് എന്താണെന്ന് ഐഡിയ കിട്ടി, ലാർജ് റീറ്റെയിലേഴ്സ് എന്താണെന്ന് നമുക്ക് ഐഡിയ കിട്ടി അല്ലെ. ഇനി ഇതിനെ തന്നെ ഫർദർ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും 4 ആയിട്ട്. അതായത് ജനറൽ സ്റ്റോഴ്സ്, രണ്ടാമത്താണ്
സ്പെഷ്യാലിറ്റി ഷോപ്സ്, മൂന്നാമത്താണ് സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ്, നാലാമത്താണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പ്. ഇതാണ് ബേസിക്കലി 4 ടൈപ്സ് ഓഫ് സ്മോൾ റീറ്റെയിലേഴ്സ്, സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഏറ്റവും ആദ്യമേ ജനറൽ സ്റ്റോഴ്സ്. ഈ ഷോപ്പുകളുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ജനറൽ സ്റ്റോഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അത് പേര് പോലെ തന്നെ അല്ലെ, നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ നിൽക്കുന്ന ഷോപ്പുകളാണ് ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പലചരക്ക് കട എന്നൊക്കെ പറയുന്ന പോലെ അവിടെ എല്ലാ സാധനങ്ങളും ബേസിക്കലി അവൈലബിൾ ആണ്. അപ്പം അതിന്റെ വ്യത്യാസം എന്താണ്? ജനറൽ സ്റ്റോഴ്സിലുള്ളവർക്ക് ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ടായിരിക്കണം അല്ലെ, എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അവനെ വിളിക്കുന്നതാണ് ജനറൽ സ്റ്റോഴ്സ്. അവിടെ വെക്കുന്ന ഗുഡ്സിന്റെ കാര്യത്തിലും ചില സ്പെഷ്യാലിറ്റി ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാം കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ. ഇനി അടുത്ത കാറ്റഗറിയാണ് സ്പെഷ്യാലിറ്റി ഷോപ്സ്. സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം അല്ലെ, ഈ ഒരു പേരിൽ അറിയത്തില്ലേ പോലും നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു പൊട്ട് മേടിക്കണം അല്ലെങ്കിൽ ഒരു മാല മേടിക്കണം, നമ്മൾ എവിടെ ചെല്ലും? നമ്മളൊരു ലേഡീസ് ഷോപ്പിലോട്ട് പോകും, അല്ലെങ്കിൽ ലേഡീസ് ഷോപ്പ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പ് അല്ല, ബേസിക്കലി ഗോൾഡിന്റെ ഒന്നുമല്ല, ലേഡീസ് സ്റ്റോറിലോട്ടൊക്കെ നമ്മൾ പോകും അല്ലെ. ഇനിയിപ്പോൾ ഒരു മെഡിസിൻ ആണ് നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ ബേക്കറി പോകുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ തീർച്ചയായും പോയിട്ട് ഒരു ഫാർമസിയിൽ തന്നെ പോകും അല്ലെ, ഒരു മെഡിസിൻ ഷോപ്പിലോട്ട് തന്നെ പോകും. ഇനി നമുക്ക് കുടിക്കാനുള്ള ഒരു സോഡ വെള്ളം കുടിക്കാനാണെങ്കിലോ നമ്മൾ നേരത്തെ പോയി ഫാർമസിയിലോ ലേഡീസ് ഷോപ്പിൽ പോയി ചോദിക്കുമോ? ഇല്ല. നമ്മൾ തീർച്ചയായും ഒരു ബേക്കറി തന്നെ അപ്രോച്ച് ചെയ്യും, റൈറ്റ്? സോ ദോസ് ആർ കോൾഡ് സ്പെഷ്യാലിറ്റി ഷോപ്സ്. അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർ ഡീൽ ചെയ്യുന്ന പല ചരക്കിലല്ല, അവർ ഒരു കാര്യത്തിൽ മാത്രമാണ് ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഡക്ട്സ് മാത്രമേ അവർ സെല് ചെയ്യുള്ളൂ. ഇനി അടുത്തതാണ് സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ്. സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അറിയാം എന്താണ്? വഴി അല്ലെ, തെരുവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം വഴിയിൽ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിന്റെ ഒക്കെ സൈഡിൽ കൊടയൊക്കെ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പെർഫ്യൂമുകൾ വിൽക്കുന്നവരും പിന്നെ എന്താണ് ഈ പാൻ മസാല പോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നവർക്കില്ലേ. അപ്പം വരുന്നവരും പോകുന്നവരും ഒക്കെ പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാണ്ട് കസ്റ്റമർ സ്ഥിരമായിട്ട് വേണമെന്നോ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ അവരെ വിളിക്കുന്നതാണ് സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ്. സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതേപോലെ തന്നെ ലാസ്റ്റ് കാറ്റഗറിയാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പ്. അപ്പോൾ അത് പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് ബേസിക്കലി ഇപ്പം നമുക്ക് കോട്ടയം സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ, കോട്ടയം ആ ഒരു ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി കാണാൻ പറ്റും. ടൗൺ ഏരിയകളൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സെക്കൻഡ് ഹാൻഡ് ബുക്സിന്റെ ഒക്കെ ഷോപ്പ് ഇവിടെ കാണും അല്ലെ. 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ബോർഡും ബാനറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ഒരു സാധാരണഗതി ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യും? അത് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഓൺടർപ്രണേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പ്. അപ്പോൾ അങ്ങനെ പലതും ഉണ്ട്. ബുക്സിന്റെയും ക്ലോത്തിന്റെയും ഓട്ടോമൊബൈൽസിന്റെയും ഫർണിച്ചറിന്റെയും ഒക്കെ ഇങ്ങനത്തെ ഷോപ്സുകൾ ഉണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ലാർജ് റീറ്റെയിലേഴ്സിന്റെ ടൈപ്പാണ്. അപ്പോൾ ലാർജ് റീറ്റെയിലേഴ്സിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല കാറ്റഗറി വരുന്നുണ്ട്, അവിടെ പല ടൈപ്പ് ഓഫ് നെയിംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഡിസ്കസ് ചെയ്യാം, ദാറ്റ് ഇസ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെയാണ് ഒരു കോൺസെപ്റ്റ് ഇത്. അതായത് നമുക്കിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് വിചാരിക്കാം. നമ്മുടെ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഒരു പെൻസിൽ വേണോ? അത് കിട്ടും. ഇനി അവിടെ ഒരു മേ ബി നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റ് അല്ല, ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ അവിടെ ഏറ്റവും ചെറുത് തൊട്ട് ഏറ്റവും വലിയ ഇപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് വേണോ? അത് കിട്ടും. കോസ്മെറ്റിക്സ് ഐറ്റംസ് വേണോ? അത് കിട്ടും. ടെക്സ്റ്റൈൽസ് വേണമെങ്കിൽ അത് കിട്ടും അല്ലെ. ബേസിക്കലി ഒരു സ്മോൾ ലുലു മോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം അല്ലെ. ലുലു മോൾ ഒരിക്കലും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ അല്ല, പക്ഷേ അതിന്റെ ഒരു ചെറിയ വേർഷൻ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം സൈഡിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സിലിക്കൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ട്രിങ്കിലൊക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് അത്യാവശ്യം ലുലുവിന്റെ അത്രയും വലുതുമല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു മീഡിയം സോർട്ട് ഓഫ് ബിസിനസ് ആണ്. അതിന്റെ മേളത്തെ നില എന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് കോർട്ടാണ്. ബേസിക്കലി ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ പോലെയോ അല്ലെ. ഫുഡ് കോർട്ടാണ്. അതേപോലെ താഴത്തെ എന്ന് പറയുമ്പോൾ അവിടെ കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ സെൽ ചെയ്യുന്ന പോലത്തെ സൂപ്പർ മാർക്കറ്റ് ഏരിയ ഉണ്ട്. ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ബേക്കറി ഏരിയ ഉണ്ട്. ഒരു ഏരിയ എന്ന് പറയുമ്പോൾ പ്ലേ ഏരിയ, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, റൈറ്റ്? സോ ദേ ആർ വാട്ട് ഇസ് കോൾഡ് ആസ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു ബിസി ഷെഡ്യൂൾ, ബിസി ലൈഫിൽ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലാർജ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സിന് അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴായിരിക്കും നാളത്തേക്ക് അടുത്ത ദിവസത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കേണ്ടത്. അന്നേരമായിരിക്കും കുട്ടികൾക്ക് ഒരു ബുക്ക് വേണമെന്ന് വിളിച്ച് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഷോപ്പിൽ പോകണം. അന്നേരമായിരിക്കും വീട്ടിൽ കാരണന്മാർ പറയുന്നത് ഈ മെഡിസിൻ തീർന്നു പോയി അല്ലെ, അപ്പോൾ മെഡിസിന് വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിൽ പോകണം, ഫാർമസി പോകണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 4-5 ഷോപ്പിൽ കയറി ഇറങ്ങുന്നതിന്റെ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഒറ്റ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് അഗൈൻ എ വെരി ബെനിഫിഷ്യൽ തിങ്. അതേപോലെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ചെയിൻ സ്റ്റോഴ്സ് ഓർ മൾട്ടിപ്പിൾ ഷോപ്സ്. ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റിലയൻസിന്റെ ട്രെൻഡ്സ്. അത് ഏകദേശം എല്ലാവർക്കും അറിയാം അല്ലെ. റിലയൻസിന്റെ ട്രെൻഡ്സിനെ പറ്റി അറിയാത്തവരാരും തന്നെ കാണിയില്ല. ഇനി അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ. സോ റിലയൻസ് ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ഷോപ്പിന്റെ ശൃംഖല എന്ന് പറയുമ്പോൾ ഇതൊരു ചെയിൻ സ്റ്റോറിന്റെ ഒരു ഭാഗമാണ് അല്ലെ. അത് നമ്മൾ കോട്ടയത്തുണ്ടാവും. കോട്ടയത്തെ എന്ന് വെച്ചാൽ ഏറ്റവും ഭയങ്കര വലിയ ഗ്രാൻഡ് ആയിട്ടായിരിക്കും, ഒത്തിരി ചോയ്സസുമായിട്ട്. അതേപോലെ തന്നെ നമുക്ക് കോട്ടയം കഴിഞ്ഞാൽ പാല എന്ന് പറയുമ്പോൾ സ്മോളർ ടൗൺ, അതിനേക്കാളും കുറച്ച് ചെറിയ ടൗൺ ആണ്. അപ്പം അതിനേക്കാളും ചെറിയ ടൗണിലാണ് ട്രെൻഡ്സ് എങ്കിൽ അതിനേക്കാളും കുറച്ച് ചെറിയൊരു ഷോപ്പ് ആയിരിക്കും അവിടെ. ഇനി ഇതേപോലെ തന്നെ വേറെ സ്ഥലങ്ങൾ കുറലിങ്ങാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ ഉണ്ട് ഒരു ചെറിയ ഒരു ഷോപ്പ് അല്ലെ. ഓഫ് കോഴ്സ് ചോയ്സസിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, എന്നാൽ പോലും നമ്മൾ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് തന്നെയായിരിക്കും ഇവിടെയും ഈ ഷോപ്പുകളിലും കിട്ടാൻ പോകുന്നത്. ബിക്കോസ് പ്രൈസസും സെയിം തന്നെ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും റിലയൻസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നമ്മൾ എവിടുന്ന് സാധനം മേടിച്ചാലും ഒരേ റേറ്റിംഗ് സിസ്റ്റം തന്നെ ആയിരിക്കും. പക്ഷേ വലിയ ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ ചോയ്സസിന് കൂടുതൽ അവിടെ സാധ്യതയുണ്ട്. ചെറിയ ഷോപ്പുകളിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ചോയ്സസ് കുറവാണ് എന്ന് മാത്രമേ അവിടെ മാറ്റം വരുള്ളൂ. അങ്ങനത്തെ ചെയിൻ ശൃംഖല അല്ലെങ്കിൽ അങ്ങനത്തെ ബിസിനസ്സുകൾ നമ്മൾ പറയുന്നതാണ് ചെയിൻ സ്റ്റോഴ്സ് ഓർ മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ അടുത്ത ഒരു ശൃംഖല, അടുത്ത ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് മെയിൽ ഓർഡർ ഹൗസസ്. അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ നേരിട്ട് സെല്ലറും കസ്റ്റമറും തമ്മിൽ ബന്ധം ഇല്ല. അതായത് നേരിട്ട് നമ്മുടെ കസ്റ്റമറും സെല്ലറും തമ്മിൽ കാണുന്നില്ല. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലെ, ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഒരു ഡ്രസ്സിന്റെ പാറ്റേൺ കാണുന്നു, നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നു, അവർ നമുക്ക് സാധനം അയച്ചു തരുന്നു, നമ്മൾ അവരിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നു. അത് നമ്മൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഡ്രസ്സ് കാണുമോ അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ ഓൺലൈനായിട്ട് എന്ത് കാണുന്നു ആ സാധനം നമ്മൾ ഓർഡർ ചെയ്യുന്നു, അവർ നമുക്ക് അയച്ചു തരുന്നു, നമ്മൾ അതിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നു. ഇതാണ് ബേസിക്കലി മെയിൽ ഓർഡർ ഹൗസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലെന്ന് വെച്ചാൽ ഇന്നത്തെ കാലം ആയതുകൊണ്ട് പലപ്പോഴും ചതി പറ്റാറുണ്ട് അല്ലെ. ബിക്കോസ് നമുക്ക് ഇത് എന്തുമാത്രം എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് കളർ ഗ്രേഡിംഗ് ഒക്കെ മാറ്റി കുറിച്ച് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സിന്റെ അല്ലെങ്കിൽ സ്പെഷ്യലി ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലാണ് ഇങ്ങനെ ഒരു ഫ്ലോപ്പ് വരാറുള്ളത്. ഈവൻ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നമ്മൾ പലപ്പോഴും അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും
ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. നമ്മുടെ അടുത്ത് ഡ്രസ്സസും ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടുമ്പോൾ വെച്ചാൽ അത് ഭയങ്കര ലൈറ്റിങ്ങിലും എഡിറ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര അടിപൊളി ലുക്കിലായിരിക്കും അത് കാണിക്കുന്ന വീഡിയോസിൽ. പക്ഷേ ആക്ച്വലി നമ്മുടെ കൈ കിട്ടുമ്പോൾ എന്താണ് അതുപോലെ ഒരു ലുക്കൊന്നും ഉണ്ടാവുന്നില്ല എക്സ്പെക്ടഡ് ആയിട്ട്. അപ്പം അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ബട്ട് സ്റ്റിൽ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന മെയിൽ ഹൗസസും ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസിനെ പറയുന്നതാണ് മെയിൽ ഓർഡർ ഹൗസസ്. നമ്മൾ ഡിഫറെന്റ് ഫോം ഓഫ് ബിസിനസ്സുകൾ പഠിച്ചതിന്റെ ഒരു കൂട്ടത്തിൽ വരുന്നതാണ് ദാറ്റ് ഇസ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്നുള്ളതാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ. കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്താണ്, കോ ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ തമ്മിലൊരു കോപ്പറേഷനോടെ നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ. ഇവിടുത്തെ എന്ത് കോപ്പറേഷൻ ആര് തമ്മിലാണ്, ഇവിടെ കൺസ്യൂമേഴ്സിന്റെ ഒരു കോപ്പറേഷൻ ആണ്. കൺസ്യൂമേഴ്സ് തമ്മിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് തന്നെ അവർ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് സ്റ്റോറുകൾ നടത്തി സാധനങ്ങൾ സെല് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇവർ വിനിയോഗിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന്റെ സ്പെഷ്യാലിറ്റി. അതേപോലെ തന്നെ അഞ്ചാമത്തെ കാറ്റഗറി എഴുതാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ് ദാറ്റ് ഇസ് സൂപ്പർ മാർക്കറ്റ്സ്. സൂപ്പർ മാർക്കറ്റ്സ് അറിയാൻ മേലാത്ത ആരും കാണില്ല അല്ലെ. സൂപ്പർ മാർക്കറ്റ്സിൽ പോയവരാണ്, നമ്മൾ പോകുന്നവരാണ്, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണ് റൈറ്റ്. സോ സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതും അതേപോലെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ പോലെ തന്നെയാണ്. പക്ഷേ അതിൽ ഒരു സ്റ്റെപ്പ് താഴെയാണെന്ന് മാത്രം വെച്ചോ. നമ്മുടെ ശരാശരി സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബേക്കറി ഫെസിലിറ്റിയും പിന്നെ അതേപോലെ എന്താ നമുക്ക് പ്ലേ ഏരിയ ഇതൊന്നും കാണുന്നില്ല അല്ലെ. പക്ഷെ അവിടെ എല്ലാ ഗുഡ്സും കാണും, ഓരോ റാക്കുകളിലായിട്ട് ഇങ്ങനെ ഓരോ ഗുഡ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കും. അത് നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പോൾ അതാണ് സൂപ്പർ മാർക്കറ്റുകളുടെ സ്പെഷ്യാലിറ്റി. നമുക്കൊരു പരിധി കൂടുതൽ വെറൈറ്റി ഓഫ് ഗുഡ്സിനെ അവിടെ അവൈലബിൾ ആക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് നമുക്ക് നോക്കാനുള്ളത്, ദാറ്റ് ഇസ് വെൻഡിംഗ് മെഷീൻസ്. വെൻഡിംഗ് മെഷീൻസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവാം, നമ്മുടെ ഇവിടെയൊക്കെ ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കാണാറുണ്ട്, ഇപ്പം ബിഗ് ഷോപ്പുകളുടെ ഉള്ളിലായിട്ട് കാണാറുണ്ട്. ബിക്കോസ് അല്ലാതെ നമ്മൾ വെൻഡിംഗ് മെഷീൻ ഒക്കെ ഓപ്പൺ അപ്പ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടാണ്, അപ്പോൾ അതുകൊണ്ട് എപ്പോൾ തല്ലി പൊട്ടിച്ചുകൊണ്ട് ആൾക്കാർ പോയി നോക്കിയാൽ മതി അല്ലേ. സോ ബേസിക്കലി വെൻഡിംഗ് മെഷീൻസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഒരു മിൽക്ക് ATM ഒക്കെ നമുക്ക് തുടങ്ങിയാൽ 2 years മുന്നേ നമുക്ക് മിൽക്ക് ATM എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, പൈസ അതിൻ്റെ അകത്ത് ഇടുന്നു, ATM പോലെ അവിടെ നിന്ന് നമുക്ക് മിൽക്ക് കിട്ടുന്നു. ഇനി അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിൽ വാട്ടർ ATM ഉണ്ടായിരുന്നു ഇടയ്ക്ക്, അതിപ്പോൾ ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിശ്വാസം. നിലവിൽ അങ്ങനത്തെ ATM ഒക്കെ വെൻഡിംഗ് മെഷീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ATM മെഷീന്റെ കോൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ പൈസ അങ്ങോട്ട് പേ ചെയ്യുന്നു, അതിനുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി നോക്കി എടുക്കേണ്ട സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ എന്താ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ഡ്രസ്സസിന്റെ കാര്യത്തിലൊന്നും നമുക്ക് ATM വെച്ചുകൊണ്ട് നടക്കുകയല്ല അല്ലേ. നമുക്ക് വേണ്ടി ഇത് റെഡ് ബനിയൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ ഇടുന്നു, റെഡ് ബനിയൻ ഇങ്ങോട്ട് കിട്ടുന്നു അല്ലേ. അത് ഏത് റെഡ് ആണെന്നുള്ളത് മെഷീന് തോന്നുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയും എല്ലാ കാര്യവും ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ വെൻഡിംഗ് മെഷീൻ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതൊരു എന്താണ്, നമുക്കൊരു സൈസ് കൂടിയ ഐറ്റംസോ അല്ലെങ്കിൽ കോസ്റ്റ് കൂടിയ ഐറ്റമുകളോ ഒന്നും നമുക്ക് അങ്ങനെ വെൻഡിംഗ് മെഷീൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓവറോൾ നോക്കിയത്. ഇതിനെ പറ്റിയാണ് നമ്മുടെ റീറ്റെയിലേഴ്സ്, ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിന് തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന കോൺസെപ്റ്റുകളാണ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് വരാവുന്നതാണ്, അതേപോലെ മെയിൽ ഓർഡർ ഹൗസസ് വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഒത്തിരി എന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ആണ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ദാറ്റ് ഇസ് റിഗാർഡിംഗ് GST. അപ്പോൾ GSTയുടെ കണക്കുകളൊക്കെ നമ്മുടെ ഒരു അക്കൗണ്ടൻസിയിലൊക്കെ നമ്മൾ സെക്കൻഡ് തേർഡ് ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ നല്ല തറവായിട്ട് പഠിച്ചതാണ് അല്ലെ. GST എന്ന് പറയുമ്പോൾ എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ടൈപ്സ്, എത്ര സ്ലാബ് റേറ്റുകളുണ്ട്, ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം GSTനെ പറ്റി പറയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യമേ സ്വാഭാവികമായിട്ടും അതിന്റെ ഫുൾ ഫോം തന്നെയാണ് പ്രാധാന്യം. ദാറ്റ് ഇസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളതാണ് GSTയുടെ ഫുൾ ഫോം. ഇനി അത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി എന്താണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/7/2017 ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് പഠിച്ചെടുക്കാൻ എപ്പോഴും ഒരു ഷോർട്ട് കട്ട് എപ്പോഴും പറയാറുള്ളത് വെച്ചാൽ 17 എന്ന് പറയുമ്പോൾ എന്താണ്, 1 ജൂലൈ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ജൂലൈ 1 2017. അപ്പോൾ എന്താണ് 1717 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ഇനി 1717 ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത് അറിഞ്ഞിരിക്കുക, 1717 എന്ന് ഓർത്തിരിക്കുക ഗുഡ്സിന്റെ GSTയുടെ കാര്യത്തിൽ. ഇനി GST വഴി എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദ മോട്ടോ ഈസ് വൺ നേഷൻ വൺ ടാക്സ്. ഇതാണ് ബേസിക്കലി GSTയുടെ ഉദ്ദേശം. അതായത് പല ആവർത്തി പലതരം ടാക്സുകൾ ചാർജ് ചെയ്യുന്നതിന് പകരം ഒരു ഗുഡ്സിന് ഒരു രാജ്യത്തിന് ഒരു കോമൺ ടാക്സ് റെജീം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് GSTയുടെ സ്പെഷ്യാലിറ്റി. ഇനി GSTയുടെ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ CGST എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. സെൻട്രൽ ഗവൺമെന്റ് പോക്കറ്റിൽ പോകുന്നതാണ് CGST. ഇനി അത് ചാർജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ അവനെ വിളിക്കും നമ്മൾ SGST എന്ന് വിളിക്കും. ഇനി IGST എന്തായിരിക്കും, അപ്പം ഇന്റർനാഷണൽ ആയിരിക്കുമോ? അല്ല, സ്വാഭാവികമായിട്ടും പല കുട്ടികളും എഴുതുന്നതാണ് ഇന്റർനാഷണൽ GST. അത് മണ്ടത്തരാണ്. ദിസ് ഇസ് ബേസിക്കലി ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് മുന്നോട്ട് വരാം. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ GSTനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 17 ഇൻഡയറക്ട് ടാക്സ് റേറ്റ്സ്, അതായത് 17 ടൈപ്സ് ഓഫ് ഇൻഡയറക്ട് ആയിട്ടുള്ള ടാക്സിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇതെല്ലാം കൂടി വെട്ടി ചുരുക്കിയിട്ടാണ് ഒരൊറ്റ ടാക്സ് റെജീം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ എന്താ നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ഏതെങ്കിലും ഇലക്ട്രോണിക് ഐറ്റം നമ്മൾ മേടിക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനം നമ്മൾ മേടിച്ചു, ഒരു മെഷീൻ മേടിച്ചു, അതിന് മേളിൽ ചാർജ് ചെയ്യും CGST. അതായത് CGST എത്രയാണ്, ഓക്കെ, അതിന്റെ സ്ലാബ് റേറ്റുകൾ ആദ്യം പറഞ്ഞേക്കാം. അതിന്റെ സ്ലാബ് റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈപ്പ് ഓഫ് സ്ലാബ് റേറ്റ് ആണ് അതിനുള്ളത്. 0%, 5%, 18%, സോറി ഒരെണ്ണം വിട്ടുപോയി അല്ലേ, ദാറ്റ് ഇസ് 12%, 18% ആൻഡ് 28%. അപ്പോൾ ഈ 5 സ്ലാബ് റേറ്റുകളാണ് ബേസിക്കലി GSTക്ക് ഉള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, 0% ഉണ്ടോ അല്ലെ, 0% ചാർജും ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ GST ചാർജ് ചെയ്യപ്പെടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി എസെൻഷ്യൽ ഐറ്റംസ് ആണ്, എസെൻഷ്യൽ ഗുഡ്സ് ആണ്. അതായത് ലൈഫിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് 0% GST കവറേജിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ മെഡിസിൻസ്, ഫുഡ്, പിന്നെ എന്താണ് മെഡിസിൻസ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ 0% കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ ഇവിടുന്ന് മേലോട്ട് പോകും തോറും GSTയുടെ റേറ്റ് കൂട്ടും തോറും എന്ത് സംഭവിക്കും, സാധനത്തിന്റെ പ്രൈസിന്റെ ഒപ്പം
ടാക്സും കൂടി വരുമ്പോഴത്തേക്ക് അത് കോസ്റ്റ്ലി ആവുക ചെയ്യുന്നത്, അല്ലെ, അതിന്റെ പ്രൈസ് കൂടുക ചെയ്യുന്നത്. അപ്പം ഈ GST കൂടുതൽ റേറ്റ് വരുന്നതോറും അത് അത്രയും കോസ്റ്റ്ലി ആയി മാറും. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അത് കോസ്റ്റ്ലി ആവാൻ കാരണം? ബിക്കോസ് അതിന്റെ യൂസേജ് കുറയ്ക്കാനായിരിക്കാം. ചിലപ്പം ഈ പറഞ്ഞ പ്രൊഡക്ട്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് ചിലപ്പം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കാം, റെയർ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഫോർ എക്സാമ്പിൾ ടൊബാക്കോ, അല്ലെ. ടൊബാക്കോ എന്ന് പറഞ്ഞ സാധനം എന്താണ്? റെയർ ആയിട്ടാണോ അതിന് GST ഇത്ര ഹൈ ചാർജ് ചെയ്യുന്നത്? അല്ല, അതിന്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ ലിക്കർ, അല്ലെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലായില്ല. നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മോന്തി മോന്തി കുടിക്കുന്ന കാണുമ്പോഴേ തന്നെ ഒരു രോമാഞ്ചം വരുന്ന തലമുറയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു ഈ ഒരു ഹാബിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടി ഇതാണ് ഈ കോസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ GST ചാർജ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ലക്ഷറി ഐറ്റംസ് ലൈക്ക് ഗോൾഡ്, ഡയമണ്ട്, അതിൻ്റെയൊക്കെ മേളിൽ ഹൈ GST ആണ് ചാർജ് ചെയ്യുന്നത്. ബിക്കോസ് അത് മേടിക്കാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ അതുപോലെ ഇൻകം ഏൺ ചെയ്യുന്നവരാണെന്നുള്ള ഗവൺമെന്റിന് അറിയാം. അപ്പോൾ അവരുടെ അടുത്ത് എന്ത് കിട്ടും? അവർക്ക് അടുത്ത് ഈ GST ഈടാക്കാൻ സാധിക്കും എന്നവർക്ക് അറിയാം. മനസ്സിലായില്ലേ? അതാണ് ബേസിക്കലി GSTയുടെ ഒരു വർക്കിംഗ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ GST തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0% എന്താണ്, 28% എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടു, അല്ലെ. ടൈപ്പ് ഓഫ് ഗുഡ്സും കണ്ടു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5% GST എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് 2.5% സെൻട്രൽ ഗവൺമെന്റ് പോക്കറ്റ് പോകും, 2.5% സ്റ്റേറ്റ് ഗവൺമെന്റ് പോക്കറ്റ് പോകും. ഇനി ഒരു സാധനത്തിന് മേളിൽ 12% ആണ് GST ചാർജ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ 6% സെൻട്രൽ ഗവൺമെന്റ് പോക്കറ്റിൽ പോകും, ബാക്കി 6% സ്റ്റേറ്റ് ഗവൺമെന്റ് പോക്കറ്റിലും പോകും എന്ന് മനസ്സിലാക്കുക. ഇനി 18% ആണെങ്കിലോ 9% GST സ്റ്റേറ്റ് ഗവൺമെന്റ് പോക്കറ്റിൽ, 9% GST സെൻട്രൽ ഗവൺമെന്റ് പോക്കറ്റിലും പോകും. അതേപോലെ തന്നെ 28% കാര്യം മനസ്സിലായില്ലേ? അപ്പം ബേസിക്കലി ഇതൊരു ഇൻകം ആണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ IGST എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ഇന്റിഗ്രേറ്റഡ് GST നമുക്ക് വിളിക്കാം. ഇന്റിഗ്രേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. ഇന്റിഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് എഫക്ട് ആവുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ്. ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന്റെ മേലാണ് IGST ചാർജ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സാധനം പഞ്ചാബിലോട്ട് അയക്കുകയാണെങ്കിൽ IGST ആണ് അവിടെ ചാർജ് ചെയ്യപ്പെടുന്നത്. CGST SGST അല്ല എന്ന് ചിന്തിക്കാം. ഇനി കേരളവും പഞ്ചാബും മാത്രമല്ല, വേറെ ഏത് നാട്ടിൽ നിന്ന് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ അവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് IGST ആണ്, CGST SGST അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് GSTയെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് കീ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. വായിക്കുക, മനസ്സിലാക്കുക. ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റർ ഏകദേശം ഫിനിഷ് ആയി കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഇനി ആകെ പഠിക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ചില സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ റോൾ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷൻസ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് ഇന്റേണൽ ട്രേഡ്. അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു നേഷനിൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്ഥാപനങ്ങളാണ്, അസോസിയേഷനുകളാണ്. അതിൽ ഒന്നാമത്താണ് അസോചാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ASSOCHAM. അസോചാംനോ എന്താന്ന് വെച്ചാൽ പഠിച്ചു, പക്ഷേ അത് പഠിച്ചു. ഇനി അടുത്താണ് അസോചാം എന്ന് പറയുമ്പോൾ അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. CII എന്ന് പറയുമ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. അതേപോലെ തന്നെ FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ബിസിനസ് പീപ്പിൾക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ട്രേഡ് കണ്ടക്ട് ചെയ്യാം എന്നുള്ളതിന്റെ അസോസിയേഷനുകളാണ് ഈ 3 അത് തീർച്ചയായും ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തേക്കാം. ഇത് മസ്റ്റ് ആയിട്ട് ഇതിന്റെ ഫുൾ ഫോം എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആവുകയാണ്. ഹോപ്പ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. തീർച്ചയായും തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്.